ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ബാക്കി വന്ന ചോറും കൊണ്ട് ഹലുവ ഉണ്ടാക്കി നോക്കിയാലോ. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. തരിയൊന്നും പാടില്ല. ഇതുപോലെ 2 വലിയ ശർക്കര എടുത്തിട്ട് നമുക്ക് ഉരുക്കാൻ വയ്ക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഉരുക്കാൻ വയ്ക്കാം. കോൺഫ്ലവറിൻ്റെ പൊടിയിടാം. എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കാം. കട്ടയില്ലാണ്ട് നന്നായിട്ട്, തരിയില്ലാണ്ട് നന്നായിട്ട് ഇളക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. 1 ബൗള് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ളത് വേണേ. ഇത് നമ്മൾ ചോറ് അരച്ച് വെച്ചതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സോടെയും ഇതിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കാം. കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാൻ എളുപ്പത്തിൽ വയ്ക്കുക. എന്നിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് 1 സ്പൂൺ നെയ്യ് ഇടുക. നമ്മൾ ശർക്കര ഉരുക്കി വെച്ചത് അതിനകത്തോട്ട് ഒഴിക്കാം. ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതുപോലെ നന്നായിട്ട് പത വന്നതിന് ശേഷം നേരത്തെ അരച്ച് വെച്ച മിക്സ് അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. പോലെ നന്നായിട്ട് ഇളക്കണേ. അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കുറുകി വരുമ്പോൾ അതിനകത്തോട്ട് 1 സ്പൂണ് ഏലക്കപ്പൊടി ഇടുക. വലിയ സ്പൂണാണ് ഏലക്കപ്പൊടി ഇടുന്നത്. ഇതിനകത്ത് നമുക്ക് കുറച്ച് കശുവണ്ടിയും കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കുള്ള നട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. ആ ഹലുവയുടെ കൂടെ നമ്മൾ നട്ട്സ് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഇളക്കി കുറുകി വന്നതിന് ശേഷം നമുക്ക് ഒരു ബൗളിലോട്ട് എടുത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് 2 മണിക്കൂർ ഇത് ആറാൻ വയ്ക്കാം. ഇങ്ങനെ നമുക്ക് ഹലുവ കിട്ടുന്നതായിരിക്കും. ശേഷം നമുക്ക് മുറിച്ച് ഇതുപോലെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹലുവ റെഡി.